താങ്കൾ എന്നോട് ഈ ചോദിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് ഭരണകക്ഷി MLA ആയിട്ടുള്ള മുകേഷ് അദ്ദേഹത്തിനെതിരെ നിയമാനുസൃതം പരാതി വരികയും ആ പരാതി പിണറായി വിജയന്റെ പോലീസ് തന്നെ അന്വേഷിക്കുകയും അതിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയും അദ്ദേഹത്തിനെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ എന്ത് തീരുമാനമുണ്ടായെന്ന് താങ്കൾക്കറിയാമോ? പാർട്ടി എന്ത് നടപടിയെടുത്തെന്ന് താങ്കൾക്കറിയാമോ? താങ്കൾ അതിനൊരു മറുപടി പറഞ്ഞാൽ ഞാൻ ബാക്കി പറയാം. സ്വാഭാവികമായിട്ട് ഞാൻ പറയണോ? ഞാൻ പറയാം. താങ്കൾ പറയൂ, താങ്കൾ തുടർന്നു. എന്ന് വെച്ചാൽ അതിലൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ ഇടപെടുകയാണ്. ഈ ഒരു വിഷയത്തിൽ, ഒരു സ്ത്രീ വിഷയത്തിൽ, അത് ഏത് ജനപ്രതിനിധിയായാലും ഏത് പാർട്ടിയാണെങ്കിലും തക്കതായ രീതിയിലുള്ള ഒരു നടപടി നേരിടുക എന്നുള്ളതല്ലേ? കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അംഗങ്ങളാണ്. ആ രീതിയിൽ ഉള്ള നടപടിയിലേക്ക് കടക്കണ്ടേ? അതിപ്പോൾ ആ പാർട്ടി ചെയ്തു, ഈ പാർട്ടി ചെയ്തോ എന്നുള്ളതാണോ ഇതിലെ വിഷയം? സഹോദരി, ഞങ്ങളുടെ പാർട്ടി ചെയ്തല്ലോ. താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് മതിയോ എന്ന് താങ്കൾ ചോദിക്കുമ്പോൾ താങ്കൾ എന്റെ ഒരു സഹോദരി എന്ന നിലയിൽ ഞാൻ ചോദിച്ചത് ഇത്തരത്തിൽ കാലങ്ങളിൽ തൊട്ടടുത്ത സംഭവമാണ്. ഞാൻ ഒറ്റ വിഷയം ചൂണ്ടിക്കാണിച്ചത്, നിരവധി ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നോക്കൂ, ഇതിൽ ഒരു പരാതിക്കാരി ആരുടെയെങ്കിലും മുമ്പിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അവർ രേഖാമൂലം പരാതി സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അവർ പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ടോ? ഇല്ല. അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വാർത്തകളുടെ പിൻബലത്തിൽ മാത്രമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിച്ചതും തുടർന്ന് ഇപ്പോ നിങ്ങൾ കൊടുക്കുന്ന വാർത്ത ശരിയാണെങ്കിൽ പാർട്ടി ഇത്തരത്തിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനപ്പുറം ഒരു പാർട്ടിക്ക്, ഈ രാജ്യത്ത് ഒരു പാർട്ടിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? താങ്കളൊന്ന് പറയും. അപ്പോ അവിടെയാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം. മാതൃകാപരമായി ഒരു പരാതി പോലും രേഖാമൂലം വരാതിരിക്കുമ്പോഴും മാതൃകാപരമായി അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ടും സ്വയം മാറി നിന്നുകൊണ്ടും ഈ പാർട്ടി ഒരു മാതൃക കാണിച്ചിരുന്നു കേരളീയ രാഷ്ട്രീയ മണ്ഡലത്തിൽ. പൂർവ്വകാല ചരിത്രങ്ങൾ അങ്ങനെയല്ല. അപ്പൊ സ്വാഭാവികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഈ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അതിനപ്പുറത്തേക്ക് ഈ ചെയ്തത് മതിയോ, ഇനി എന്തെങ്കിലും ചെയ്യാനില്ലേ എന്നുള്ള ചോദ്യത്തിനൊക്കെ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ മാതൃകാപരമായ തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.